ഹലോ, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. സോ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ആദ്യത്തെ തന്നെ കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് തന്നെ ചിക്കൻ വേണം, പിന്നെ ഒരു 4 സവാളയാണ് അമ്മ ഇവിടെ എടുത്തേക്കുന്നത്, 2 തക്കാളി, പിന്നെ 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആദ്യം തന്നെ പാൻ ചൂടായിട്ട് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ, എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയാണ് ഇട്ടേക്കുന്നത്. സവാള നല്ലോണം തിന്നായിട്ടാണ് അമ്മ സ്ലൈസ് ചെയ്തേക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ അത്യാവശ്യം വഴണ്ട് കിട്ടും. അതൊന്ന് ലൈറ്റായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അമ്മ ഇടുന്നത്. അതൊരു ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂണായിട്ടാണ് ഇട്ടേക്കുന്നത്. എഗെയിൻ അതിങ്ങനെ വഴണ്ട് വരിക, നല്ല ക്ഷമ വേണം. കാരണം ഞങ്ങൾ ഉപ്പിടാറില്ല ഈ ഒരു ടൈമിൽ. കുറച്ച് വഴണ്ട് വന്നിട്ടാണ് അമ്മ ഇപ്പോൾ ഉപ്പിട്ടേക്കുന്നത്. ബിക്കോസ് അതിൻ്റെ ആ ഒരു ടൈം എടുത്ത് തന്നെ അത് വഴണ്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ല ഫ്ലേവർ കിട്ടുന്നതും. സോ ഉള്ളി നല്ലോണം വഴണ്ട് വരട്ടെ. മീൻ വൈൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് വീഡിയോ ആയിട്ട് ഇത് ആദ്യമാണ്. സോ അതിൻ്റെ ഒരു പരിഭ്രമവും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ട് അതിൽ നമ്മൾ കറിവേപ്പിലയാണ് ഇട്ടേക്കുന്നത്. അതും കൂടി ഇട്ട് അത്യാവശ്യം നല്ലോണം വഴണ്ട് വരണം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ചെറിയ ചെറിയ ക്യൂബായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഈ ഒരു പാതി വെന്ത സവാളയിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുളിപ്പ് അനുസരിച്ചിട്ട് വേണം എത്ര തക്കാളി അല്ലെങ്കിൽ എത്ര സവോള വേണം, നിങ്ങളുടെ ഗ്രേവീൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. കുറച്ച് നേരം അടച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ അതൊന്ന് വഴണ്ട് വരും, കുറേ സോഫ്റ്റ് ആവും, നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലും വരും. സോ അമ്മേൻ്റെ ഒരു പരിപാടി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒന്ന് വഴണ്ട് വരുമ്പം കുറച്ച് ഉള്ളിയും തക്കാളിയും അമ്മ മാറ്റി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചേക്കും. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ മാറ്റി വെക്കുകയാണ്. അത് എന്താണെന്ന് കാണാൻ പറ്റും കേട്ടോ. സോ അതാണിപ്പോൾ നടക്കുന്നത്. കുറച്ച് മതി, ഫുള്ളായിട്ട് എടുക്കണ്ട. നമുക്ക് ഗ്രേവിയൊക്കെ സാധനം വേണം. സോ അതുകൊണ്ട് ഫുള്ളൊന്നും വേണ്ട. ഇപ്പോൾ നമ്മുടെ എടുത്ത ക്വാണ്ടിറ്റീൻ്റെ ഒരു 1/4 അടുപ്പിച്ച് മതി. പിന്നെ അതേ സമയത്ത് നമ്മളിപ്പോൾ നടുക്ക് വെച്ച് കീറിയ പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. ഒരു 4 or 5. ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം നല്ല എരിവ് കഴിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. പിന്നെ അത് നിങ്ങളുടെ സ്വന്തം ചോയ്സാണ്, ലൈക്ക് എത്ര വേണം എന്നുള്ളത്. ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം കുറച്ച് നല്ലോണം വറ്റിയിട്ടുണ്ട്. സോ അതിലോട്ട് നമ്മൾ പൊടി ഇടാൻ പോവുകയാണ്, പൊടി ഐറ്റംസ്. സോ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഓൾമോസ്റ്റ് 1 സ്പൂൺ, 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടി വറുത്ത് വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടിയാണ് ഓൾമോസ്റ്റ് 4 ടീസ്പൂണാണ് നമ്മൾ മുളക് പൊടി ഇട്ടേക്കുന്നത്. 4 മേലെയും ഇടാം. പിന്നെ നമ്മൾ ഇട്ടുന്നത് കുരുമുളക് പൊടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുവാണ് ആ ഒരു പച്ച ചുവപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. സോ അത്യാവശ്യം കുറച്ച് നേരം ഒന്നിട്ട് ഇളക്കി അതിൻ്റെ പച്ച ചുവക്ക് മാറ്റി എടുക്കാം. നല്ലോണം ഇളക്കണം. അതേപോലെ തന്നെ ചൂട് മീഡിയത്തിൽ വെക്കുക, കരിഞ്ഞു പോകാണ്ട് നോക്കിക്കോളുക. ഈ സമയത്ത് നമുക്ക് ചിക്കൻ മസാല ഇടാം. ഞങ്ങളുടെ ഫേവറേറ്റ് ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ്. സോ അമ്മ അത് വേണ്ടുവോളം ഇടുന്നുണ്ട് അതിൻ്റെ അകത്ത്. എഗെയിൻ നമ്മൾ നമ്മുടെ മസാലയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമാണ് കേട്ടോ. അതേപോലെ ഈ ഹോൾ പ്രോസസ്സ് കാണാനും നല്ല ഭംഗിയാണ്. സോ ഇപ്പോൾ നമ്മൾ ഇന്നലെ തലേന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത്. മാരിനേഷൻ വളരെ സിമ്പിളാണ്. തൈരും ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയുമാണ് ഇട്ട് അമ്മ ഇത് എന്താ പറയുക മാരിനേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് സോ രാവിലെ ഇന്നിപ്പോൾ എടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, കാരണം അത്രയും നേരം മാരിനേറ്റ് ചെയ്ത മീറ്റാണ്. അത് നമുക്ക് ഈ മസാലയിലോട്ട് ഇടാം.
എന്നിട്ട് നമ്മൾ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്, മസാലയും മീറ്റും കൂടി. അധികം നേരമൊന്നും എടുക്കില്ല, കാരണം ഓൾറെഡി നല്ല ടെൻഡറായി മീറ്റ് ഇരിക്കുവാണ്. കാരണം നമ്മുടെ മാരിനേഷനിൽ അത്യാവശ്യം നല്ല മോയ്സ്ചറൊക്കെ കിട്ടിയിട്ട് നല്ലോണം ഉപ്പും ആ പുളിപ്പും ഒക്കെ പിടിച്ചിരിക്കുന്ന മീറ്റാണ്. മിക്സ് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആ സമയത്താണ് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് സ്ലൈറ്റ്ലി ഹാഫ് റോസ്റ്റ് ചെയ്ത ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം കൂടി നമ്മളൊന്ന് പേസ്റ്റ് ആക്കുകയാണ്. ഒത്തിരി അങ്ങ് മഷി പോലെ അരയൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ചൊന്ന് മീഡിയം പേസ്റ്റ് ഒരു ആയാൽ മതി, കൺസിസ്റ്റൻസി ആയാൽ മതി. അത് നമ്മൾ അടിച്ച് വെച്ചിരിക്കുകയാണ്. സോ ആ ടൈമിൽ നമ്മൾ നമ്മുടെ ചിക്കനൊന്ന് നോക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു, ബട്ട് അത്യാവശ്യം മോയ്സ്ചറൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പേസ്റ്റ് ഇടുവാണ്. സോ ഈ പേസ്റ്റ് ഇടുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. ഇപ്പം ഇതിന് പകരം ജസ്റ്റ് ഫ്രഷ് ഒനിയൻ ആൻഡ് ടൊമാറ്റോ നിങ്ങൾ അടിച്ച് ചേർക്കുകയാണെങ്കിൽ ഇത്രയും ഒരു കൊഴുപ്പ് കിട്ടത്തില്ല. അതിനാൽ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത സ്ലൈറ്റ്ലി കുക്കായിട്ടുള്ള ഉള്ളിയും ടൊമാറ്റോയും എന്താ പറയുക പേസ്റ്റ് ചെയ്ത് ഇടുന്നത്. സോ ഇവിടെ നമുക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ അഗൈൻ എന്താ പറയുക ജാറൊക്കെ കഴുകി ഒഴിക്കുക. സോ എനിക്കറിയില്ല നിങ്ങളുടെ വീട്ടിലിങ്ങനെയാണെന്ന്, ബട്ട് എൻ്റെ വീട്ടിലിങ്ങനെയാണ്. ഇതിൽ നമ്മൾ ഒരു കാര്യം നോക്കാനുള്ളത്, എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളമായിരിക്കണം. ഇപ്പോൾ ജാറ് കഴുകി ഒഴിച്ചതായാലും അല്ലാണ്ട് ഗ്രേവിക്ക് വേണ്ടി എത്ര വെള്ളം ഒഴിച്ചാലും ഹോട്ട് വാട്ടർ തന്നെ യൂസ് ചെയ്യുക. എന്നാലേ ആ കുക്കിംഗ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ആവശ്യത്തിന് ഗ്രേവിക്ക് ഉള്ള വെള്ളം തന്നെ ഒഴിക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി നല്ലോണം ഗ്രേവി ആവശ്യമുള്ളൊരു ടീമാണ്. കാരണം അമ്മേൻ്റെ എന്താ പറയുക ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. സോ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് ഡ്രോപ്സ് ആണ്, മസാല ഡ്രോപ്സ്. ഇന്നാൾ ഞങ്ങൾ ലുലു പോയപ്പോൾ കണ്ടതാണ്. സോ അങ്ങനെ ഒന്ന് മേടിച്ചു. സോ ഗരം മസാലേൻ്റെ ഡ്രോപ്സ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് ടൈമിലാണ് നമ്മളിത് ഇടുന്നത്. കാരണം ജസ്റ്റ് നമ്മൾ വെന്ത് ഈ എണ്ണയൊക്കെ എന്താ പറയുക തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഈ മസാല ഡ്രോപ്സും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് മുകളിൽ വിതറിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കുക, തുറക്കണ്ട. അവസാനം 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ചൂട് ചിക്കൻ കറി റെഡിയാവും. ഈ സമയം നല്ല അടിപൊളി മണമാണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം കളറൊക്കെ കാണുമ്പോൾ അറിയാലോ. എനിക്ക് തന്നെ ഇത് കാണുമ്പോൾ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. അമ്മ പറഞ്ഞു ഇപ്പോൾ തുടരുത്. നമ്മുടെ കോഴിക്കറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു.